വെരി ഗുഡ് ഈവനിങ്. വളരെ നിർഭാഗ്യകരമായ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. കഴിഞ്ഞ 3 തവണ ചോദ്യപേപ്പർ ചോർന്നു. ആ ചോദ്യപേപ്പർ ചോർന്ന വിവരങ്ങൾ പുറം ലോകം അറിഞ്ഞു. ഇക്കുറി അതിൻ്റെ ഗൗരവം കൂടുതലാണ്. ഞങ്ങളടക്കം റിപ്പോർട്ടർ ടിവിയാണ് ആ വാർത്ത ആദ്യം പുറം ലോകത്തെത്തിച്ചതും. എൻ്റെ ഒരു സംശയം, അധ്യാപകർ ഡയറ്റിലും BRCയിലുമൊക്കെ തയ്യാറാക്കുന്ന ഈ ചോദ്യപേപ്പർ അധ്യാപകരറിയാതെ ചോരില്ലല്ലോ. അധ്യാപകരിൽ നിന്ന് തന്നെയാണോ ഇത് ചോരുന്നത്? എന്താണ് നിങ്ങളുടെ സംഘടനയുടെ ഒരു കണ്ടെത്തൽ, ടീച്ചർ? സംഘടന വിദ്യാഭ്യാസ മേഖലയിൽ നന്നായി ഇടപെട്ട് വിദ്യാഭ്യാസ പ്രക്രിയയിലൊക്കെ ഫലപ്രദമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിലെല്ലാ പ്രവർത്തനങ്ങളും ചിട്ടയായും ശാസ്ത്രീയമായും നടക്കണമെന്ന് ആത്മാർത്ഥമായ സമീപനം സ്വീകരിച്ച് വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന എല്ലാ ഇടപെടലുകൾക്കും പിന്തുണ നൽകി തനതായ അക്കാദമിക പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്ത് വിദ്യാഭ്യാസത്തെ ചിട്ടപ്പെടുത്തി പൊതുവിദ്യാഭ്യാസത്തെ ഗുണമേന്മയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി ഇടപെടുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ സംഘടന ഈ വിദ്യാഭ്യാസ മേഖലയിലുണ്ടാകുന്ന എല്ലാ മുന്നേറ്റങ്ങൾക്കും പിന്തുണ കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിലെന്തെങ്കിലും വിഷയങ്ങൾ, ഇതുപോലുള്ള വിഷയങ്ങൾ വന്നുപെട്ടാൽ അതിനെ ഗൗരവത്തിൽ കാണണമെന്ന സമീപനമെടുക്കുന്നവരും അതോടൊപ്പം തന്നെ കുറ്റക്കാരെ കൃത്യമായി ശിക്ഷിക്കാനും അവരെ കണ്ടെത്താനും ശിക്ഷിക്കാനും കഴിയണമെന്ന നിലപാടുള്ളവരാണ്. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ആരോപിക്കുന്നത് ഈ ചോർത്തിയവർക്ക് രാഷ്ട്രീയ ബന്ധമുണ്ട്. അധ്യാപക സംഘടനകളുടെ വിവിധ പരിപാടികൾക്ക് സ്പോൺസർഷിപ്പ് നൽകുന്നതാണ് ഈ MS സൊല്യൂഷൻസ് പോലെയുള്ള സ്ഥാപനങ്ങൾ. അപ്പോൾ ആ സ്ഥാപനവും ചില ഈ അധ്യാപക സംഘടനയിൽ തന്നെ പെട്ടിരിക്കുന്നവർക്കും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ്. അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ, ടീച്ചർ? വ്യാപകമായ ഒരു ചോർച്ച എന്ന രൂപത്തിൽ നടന്നു എന്ന് തോന്നുന്നില്ല. പക്ഷേ 1-2 വിഷയങ്ങൾ ചോർന്നിട്ടുണ്ട്. ഇവിടെ വിദ്യാഭ്യാസ കച്ചവടത്തിൻ്റെ ലോബി പതിഞ്ഞിരിക്കുന്നുണ്ട് നമുക്കറിയാം. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തി അതിനെ ശക്തിപ്പെടുത്തി യജ്ഞമൊക്കെ പ്രഖ്യാപിച്ച് ഗംഭീരമായി ഈ മേഖല കൊണ്ടുപോകുമ്പോൾ പല ആളുകൾക്കും പത്തി താഴ്ത്തിയിരിക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെട്ടപ്പോൾ. അങ്ങനെ മെച്ചപ്പെടുമ്പോൾ തന്നെ ഇതിനായിട്ടൊരു ബിസിനസ്സായി കാണുന്ന ആളുകളും ഈ കേരളത്തിൽ തന്നെ ഉണ്ട്. കേരളത്തെ സംബന്ധിച്ച് വിദ്യാഭ്യാസം എന്നത് സെൻസിറ്റീവ് വിഷയമാണ്. എല്ലാവരും ഇതുമായി ഒന്നല്ലെങ്കിൽ ഒരു തരത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അത് ശരിയായും ശാസ്ത്രീയമായും കൃത്യമായും നടക്കണമെന്ന പൊതുബോധം ഈ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇത് നടക്കുന്ന ഒരു സംസ്ഥാനം ആയതുകൊണ്ടാണ് ഇത്തരം ചെറിയ വിഷയങ്ങളെ നമ്മൾ സ്വാഭാവികമായും ഹൈലൈറ്റ് ചെയ്യും. Debate with Dr. Arun Kumar.